മെസ്സിന്റെ കൂടെ പന്ത് കെട്ടാൻ ആഗ്രഹമുണ്ടോ? കൂടെ ഒന്ന് പന്ത് തട്ടാൻ ഈ കാണുന്ന താരങ്ങളൊക്കെ തയ്യാറാണ്. നെയ്മറിനെയും കൊണ്ടുവരണം, ക്രിസ്ത്യാനോനെയും കൊണ്ടുവരണം. മക്കൾ ആഗ്രഹം മൊത്തം തരാം. ഒരിക്കലും ഒരു ഗോൾ കീപ്പറെ കാണുന്നില്ല. ഓള് കാണുന്നത് മൊത്തം ഈ മെസ്സിനെയും ക്രിസ്ത്യാനോനും നെയ്മറിനാണ്. ഇപ്പോൾ നമ്മളുള്ളത് ആരാധകർക്കൊപ്പമാണ്. യെസ്, ഷാഹുൽ മെമ്മോറിയൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ഈ ട്രോഫിയൊക്കെ വാങ്ങിച്ച് നിൽക്കുന്ന ആരാധകർക്കൊപ്പമാണ് നമ്മളുള്ളത്. അവരോട് തന്നെ ചോദിക്കാം, ഒക്ടോബറിൽ മെസ്സി ഇങ്ങോട്ട് വരും എന്നാണ്. നിങ്ങൾ അർജന്റീനയുടെ ആരാധകരുടെ എന്തോ ജില്ലാ സെക്രട്ടറി എന്തോ ആണ്. ഒക്ടോബറിൽ മെസ്സി വരും. തീർച്ചയായും മെസ്സിന്റെ വരവിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടന്ന ഒരു ഫുട്ബോൾ മാമാങ്കം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണി, അതായത് 10 ഏകദേശം ഒരു 7 ലക്ഷം രൂപ. അത്രയും വലിയ പ്രൈസ് മണിയൊക്കെ ഉള്ള ഫുട്ബോളൊക്കെ കളിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകളാണ്. മെസ്സി ഇങ്ങോട്ട് വരും. മെസ്സി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഫുട്ബോളിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത് അർജന്റീന എന്നൊരു വികാരം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടാണ്. അതിലേറ്റവും ഉപരി ലോക ഫുട്ബോൾ ഇതിഹാസമായ ഡീഗോ മറഡോണ, അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പം തന്നെ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് അതേപോലെ കേരളക്കാർക്ക് എല്ലാവർക്കും എന്താണ് മെസ്സിയെ കാണാമല്ല. മെസ്സി വരികയാണെങ്കിൽ ചോദ്യമാണ്, ഉറപ്പായിട്ടും പോണം. ഞാനൊരു ബ്രസീൽ ഫാനാണ്. പക്ഷെ അതിലുപരി മെസ്സി എന്നത് ഒരു സൂപ്പർ താരമാണ്. ബ്രസീലുകാർ വരെ സമ്മതിച്ചിരിക്കുന്നു മെസ്സി ഒരു സൂപ്പർ താരമാണെന്ന്. അപ്പൊ കാണാൻ പോകുന്നില്ലേ? തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് മെസ്സി വരും. അർജന്റീന ടീം മൊത്തത്തിൽ വരികയാണ്. അതുപോലെ കേരളം അതുപോലെ. കാരണം ഇപ്പോഴത്തെ ജൂനിയേഴ്സ് ഓൾറെഡി സ്വപ്നം കണ്ട് നടക്കുന്ന 2-3 ആൾക്കാരെന്ന് വിചാരിച്ചാൽ ഒന്ന് നെയ്മറിനെയും കൊണ്ടുവരണം, ക്രിസ്ത്യാനോനെയും കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എല്ലാരെയും കൊണ്ടുവരണം എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം വീണ്ടും ഇന്നിവിടെ ഈ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഫൈവ്സ് ഫുട്ബോളിലെ ഏറ്റവും വലിയ സമ്മാനമായ 10 പവൻ ഗോൾഡ് കോയിൻ നൽകിയിട്ടുള്ള ടൂർണമെന്റാണ്. ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത് കേരളത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ. അതായത് കേരളത്തിന്റെ ഫുട്ബോൾ താല്പര്യം അറിഞ്ഞുകൊണ്ട് കൂടിയായിരിക്കും അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരു മരിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒരു ആഗ്രഹം എന്ന് ഫുട്ബോളിന്റെ മേഖലയിൽ മെസ്സി വരിക, മെസ്സിനെ ഒന്ന് കാണുക, പ്രത്യേകിച്ച് മറഡോണയുടെ കൂടെ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല. കൂടെ ഒന്ന് പന്ത് തട്ടാൻ ഈ കാണുന്ന താരങ്ങളൊക്കെ തയ്യാറാണ്. മെസ്സിന്റെ കൂടെ പന്ത് കെട്ടാൻ ആഗ്രഹമുണ്ടോ? എങ്ങാനും ഒരു ചാൻസ് കിട്ടിയാലോ? ഒരു ചാൻസ് കിട്ടിയാൽ ലോട്ടറി അടിച്ചു കയറിയില്ലേ, അതേപോലെ. അതിലുപരി ഇപ്പോൾ എല്ലാ ജൂനിയർ പ്ലേയേഴ്സും കാണുന്നത് ഓൾറെഡി ഈ ഞാൻ പറഞ്ഞ മാതിരി ക്രിസ്ത്യാനോനെ, മെസ്സിനെ, റൊണാൾഡോനെ ഒക്കെയാണ് കണ്ടു വളരുന്നത്. ഒരു ജൂനിയർ പ്ലെയറിനും ഗോൾ കീപ്പർ നിൽക്കാനുള്ള താല്പര്യമില്ല. കാരണം ഈ കാണുന്ന ആൾക്കാർ ഞാൻ ഗോൾ നമുക്ക് ഗോൾ കീപ്പർ കൂടിയും വേണം. കാരണം മക്കൾ ആഗ്രഹം മൊത്തം തരാം. ഒരിക്കലും ഒരു ഗോൾ കീപ്പറെ കാണുന്നില്ല. ഓള് കാണുന്നത് മൊത്തം ഈ മെസ്സിനെയും ക്രിസ്ത്യാനോനും നെയ്മറിനാണ്. അപ്പൊ ഏതായാലും ഇവരൊക്കെ പറയുന്നത് എങ്ങാനും ഒരു ചാൻസ്, ഒരു ലാസ്റ്റ് ചാൻസ് എങ്കിലും കിട്ടിയാലോ മെസ്സിന്റെ ഒപ്പം പന്ത് തട്ടാൻ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെയൊക്കെ നിരവധി ഫുട്ബോൾ ആരാധകരുണ്ട്. ഇവരൊക്കെ സ്വാഭാവികമായും അർജന്റീനയും ബ്രസീലും അങ്ങനെയൊക്കെ ഉള്ള ആരാധകരുണ്ടാവും. അവർ ഇന്നലെ രാത്രി മുതൽ കളിക്കുകയാണ് ഫുട്ബോൾ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ഒരു ഫുട്ബോൾ താല്പര്യം കൂടി മുൻനിർത്തിയായിരിക്കും ഒരുപക്ഷെ അർജന്റീന. കേരളം ഭയങ്കര ഒരു ഫുട്ബോൾ താല്പര്യമുള്ള ഒരു സംസ്ഥാനമാണ്. അതും കൂടി മുൻനിർത്തിയായിരിക്കും അർജന്റീന ഇങ്ങോട്ട് വരാനുള്ള തീരുമാനം. മെസ്സി വരും, പക്ഷേ റൊണാൾഡോ വരില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വില മതിച്ച താരമാണ് റൊണാൾഡോ. അതുപോലെ ലോക്കൽ കേരളത്തിലേക്ക് റൊണാൾഡോ അതിന്റെ ഇടയിൽ കൂടി ഏതായാലും മെസ്സി വരും എന്നുള്ള വാർത്തയാണ് വരുന്നത്. വലിയ സന്തോഷം. വളരെ സന്തോഷം. അർജന്റീനയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അത്ര. എന്നിട്ടാണ് ഒരു ആവേശം ഇല്ലാത്തത്. സന്തോഷം ഉള്ളിലാണ്. സന്തോഷം. ഞങ്ങളോട് വിന്നേഴ്സായി 10 പവന്റെ ഇന്നലെ രാത്രി മുതൽ കളിക്കുന്നത്. മലബാറിന്റെ ഒരു ഫുട്ബോൾ ഇത് വെച്ച് മലബാറിലേക്ക് തന്നെ വരണം എന്നാണ് ഇപ്പൊ പറയുന്നത്. കൊച്ചി, തിരുവനന്തപുരം ഒക്കെയാണ്. മലബാറിലേക്ക് കൊണ്ടുവരണം. വളരെ സന്തോഷം. ഇവിടെ നല്ല ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. നമുക്ക് സെറ്റാക്കേണ്ടി വരും. നമുക്ക് സെറ്റാക്കാം.